ഞാൻ തന്നെ. ദാമോട്ട് നിൽക്കൂ. ഒന്നും പറയാനില്ലേ. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മൈലുകൾക്കപ്പുറത്തും ദാമോട്ട് വന്നിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു പുന്നാരം അല്ലെങ്കിൽ ഒരു കിന്നാരം ഒന്നും ചൊല്ലാനില്ലേ? ആരാടാ അത്? ഞാനാണ് ദാമോ. എന്താ എന്താ? അങ്ങനെ ഞാൻ ഒടുവിൽ ഒരു നല്ല നിലയിലായി അമ്മാവ. എങ്ങനെ? ലോട്ടറി അടിച്ചോ? വരൂ അമ്മാവ, എല്ലാം പറ. വേണ്ട വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. കാശുകാരനായി വന്നാൽ ഗീതയെ കെട്ടിച്ചു തരാമെന്ന് അമ്മാവൻ തന്ന വാക്ക് മറന്നുപോയോ? കാശുകാരനായോ നീ? ആയി. കാർ പിടിച്ചാണ് അമ്മാവ ഞാൻ വന്നത്. എടാ, 10 രൂപ കയ്യിലുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഏത് നാറിക്കും കാറ് കിട്ടോടാ നാറി. അമ്മാവനെ ഞാനൊരു പണക്കാരനാണെന്ന് ധരിപ്പിക്കാനല്ല കാർ പിടിച്ചു വന്നത്. ഇവിടെ നിന്ന് പറഞ്ഞാ മതി. എനിക്ക് ആവശ്യത്തിലധികം പണമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. കാരണം കാശുണ്ടെങ്കിൽ അതിന് തെളിവ് വേണം. എന്താ നിന്റെ ഇപ്പൊ ജോലി? ജോലി ഇപ്പം കുറുപ്പ് എന്റർപ്രൈസസിന്റെ മാനേജിംഗ് ഡയറക്ടർ. മാനേജിംഗ് ഡയറക്ടർ? ആരാ അതിന്റെ പ്രൊപ്പറേറ്റർ? കോമേ. കോമയോ? സാർ കോമക്കുറുപ്പ്. ആട്ടെ, അയാളുടെ തലയ്ക്ക് വല്ല വട്ടുമുണ്ടോ? ഇതുവരെ ഇല്ല. എങ്കിൽ ഉടനെ വന്നോളൂ. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും അവിടെ നിന്ന് പറഞ്ഞാ മതി. ആണെങ്കിലും സത്യത്തിന്റെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തരുത് ബാവ. കൊഞ്ഞനം കുത്തൂല്ലടാ മോനെ. സമ്മതിക്കുന്നു. 2 മാസം മുൻപ് വരെ ഞാനൊരു തിണ്ണമിറങ്ങിയായിരുന്നു. ആഫ്റ്റർ ചെമ്മീൻ ബിസിനസ്സിൽ കയറിയതോടുകൂടി അറബിക്കഥകളുടെ നായന്മാരോട്ട് ഒരു കയറ്റമങ്ങ് കമ്മീഷൻ. 1 കിലോ ചെമ്മീൻ വിറ്റ് കഴിഞ്ഞാൽ 20 രൂപ മുഴുവൻ ബ്ലാക്ക്. അകത്തായി പോടാ ചെറുക്ക. കള്ളപ്പണ ഏർപ്പാട് ഇവിടെ നടക്കൂല. 10 ലക്ഷം രൂപ നീ ബാങ്കിലിട്ട് പാസ്ബുക്ക് കൊണ്ടുപോവാ, ഉടനെ കല്യാണം നടത്തി തരാം. അപ്പൊ യാത്രയില്ലല്ലോ, പോവുകയല്ലേ. ടാറ്റാ. എന്തു ചെയ്യാം, സ്നേഹബന്ധത്തെക്കാൾ കാശിന് വില കൽപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ ഞാൻ ജനിച്ചുപോയി. അയ്യ, തന്നെ ഞാൻ എടുത്തോളാം കളവാ. ഹായ് ബേബി. വസ്ത്രധാരണത്തെ കുറിച്ചുള്ള ഇന്ത്യൻ ഗേൾസിന്റെ കൺസെപ്റ്റ് ഇതുവരെ മാറിയിട്ടില്ല. ഓക്കെ, ശോഭേടായാലും സാരിയും പാവാടയും ധാവണിയും ഒന്നും ധരിക്കുന്നില്ലല്ലോ. പക്ഷേ പോരാ, ഈ മിടിക്ക് ഇത്ര ഏർക്കാവശ്യമില്ലല്ലോ. അവനവന്റെ കാര്യം നോക്കിയാ മതി. അത് മതി. പക്ഷെ ശോഭയുടെ ഡ്രസ്സസ് കുറച്ചുകൂടെ മോഡായിരുന്നാൽ നന്നായിരുന്നു. നിങ്ങളുടെ വേഷം പലപ്പോഴും ബോറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് 2 സംസ്കാരങ്ങൾ തമ്മിലുള്ള അന്തരമാണ്. സംസ്കാരം ഇല്ലായ്മയെന്നും പറയാം. ഓക്കെ, ഐ ലൈക്ക് യുവർ ഫ്രാങ്ക്നെസ് ശോഭ. പിന്നെ വേറൊരു കാര്യം, ഐ ലൈക്ക് യു ശോഭ. പക്ഷേ മാരേജിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. അതറിഞ്ഞ കെട്ടോ? ഞാൻ ശ്രമിക്കാം. പക്ഷേ കെട്ടാൻ പോണ പെൺകുട്ടിക്ക് ഒരു മിനിമം ജനറൽ നോളജ് എങ്കിലും ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഭയങ്കര ജനറൽ നോളജ് അല്ലേ? ഓ, എങ്കിൽ പിന്നെ പ്രശ്നമേ ഇല്ല. അമേരിക്കൻ സൈക്കോളജി ബേസ് ചെയ്തിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. കൗമാരത്തിന്റെ കളിമുറ്റത്ത് കാലെടുത്ത് വെക്കുമ്പോൾ ഏതൊരു പെൺകുട്ടിയും കാലിറി വീഴാനിടയുണ്ട്. ശോഭ അങ്ങനെ വീണിട്ടുണ്ടോ? ഉണ്ട്. എപ്പോ? കൗമാരപ്രായത്തിൽ ഒരു ദിവസം കോളേജിൽ പോകാൻ നേരത്ത് കാല് പടി തട്ടിയൊന്ന് വീണിട്ടുണ്ട്. അടുത്ത ചോദ്യം. പുരുഷന്മാർ അയക്കുന്ന ലവ് ലെറ്റേഴ്സ് കൈപ്പറ്റുകയോ വായിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ആരുടെ ലവ് ലെറ്റേഴ്സ്? ഞാൻ കോൺവെന്റ് പഠിച്ചിരുന്നപ്പോ അച്ഛൻ അയച്ചിരുന്ന എല്ലാ ലെറ്റേഴ്സും ലവ് ലെറ്റേഴ്സ് ആയിരുന്നു. ഓഹോ, ഇനി ഒന്നുകൂടെ ചോദിക്കാം. ശോഭയെ ആരെങ്കിലും ചുംബിച്ചിട്ടുണ്ടോ? പറയാം. പക്ഷെ അതിനു മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? സത്യം പറയണം. പറയാം. നിങ്ങൾക്ക് വട്ടുണ്ടോ? നമ്മുടെ ഡ്രൈവറുടെ അമ്മേ, അവനെ ഞാൻ മാർക്കറ്റിലേക്ക് വിട്ടിരിക്കുക. അതുകൊള്ള എനിക്ക് കോളേജിൽ പോകാൻ സമയമായില്ലേ? നിനക്ക് പോകാൻ വേറൊരു ഡ്രൈവറെ തന്നാ പോരെ? വേറൊരു ഡ്രൈവറോ? അന്തസ്സുള്ള ഒരു ഡ്രൈവർ ഇപ്പൊ വരും. ജോലിക്കാരിയല്ല, എന്റെ മോൾ ശോഭ. അമ്മയോട് പറഞ്ഞോ? ഞാനങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് കോളേജിൽ എത്തണമെന്നുണ്ട്. അതെന്താ കുഞ്ഞു കയറിക്കോളൂ, ഞാൻ കൊണ്ടുവിടാം. വെറൊരു ഡ്രൈവറായി എനിക്ക് ചായ കൊണ്ട് തന്നപ്പോ ജോലിക്കാരിയാവുന്ന കരുതി. ചോദിച്ചതിനൊന്നും മറുപടി പറയാതിരുന്നപ്പോ പൊട്ടിയാണെന്ന് വിചാരിച്ചു. ക്ഷമിക്കണം. അതുകൊണ്ട് എനിക്ക് ആളിന്റെ തനിരൂപം മനസ്സിലാവുകയും ചെയ്തു. ശരി, സമ്മതിച്ചു.
ഇനി എന്താ അതിനുള്ള ശിക്ഷ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ശിക്ഷ ഇപ്പൊ അണിഞ്ഞിരിക്കുന്ന മുഖംമൂടി അങ്ങ് എടുത്തു മാറ്റൂ. ഐ എം റെഡി ഫോർ കോംപ്രമൈസ്. മനസ്സിലായില്ല. ചില ആളുകളുടെ വിചാരം അമേരിക്ക എന്ന് കേട്ടാൽ പെൺകുട്ടികൾ വീണുപോകുന്നാണ്. ഓ, ധവാൻ സാറിനെ പറ്റിയാണോ? എന്താ വല്ല പ്രശ്നം ഉണ്ടായോ? എന്റെ സ്വഭാവം ദൂരെ നിന്ന് നോക്കി പഠിച്ചോ? എന്താണ് അഭിപ്രായം? എന്തിനെ പറ്റി? എന്റെ സ്വഭാവത്തെ പറ്റി എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഈശ്വര. ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ? വെറുതെ ഒരു രസത്തിനെന്ന് വെച്ചോ. ആയിക്കോട്ടെ. ഈ നാടകങ്ങളെ പറ്റി കേട്ടപ്പോ ബോറിനാണെന്ന് തോന്നിയെങ്കിലും അഭിനയം എനിക്കിഷ്ടായി, ചങ്കുറ്റും എനിക്കിഷ്ടായി, പ്രഥമ ദൃഷ്ടിയ ആളിനെയും. എന്നെ ഇഷ്ടമായെന്നാ? ഈശ്വര, ഇതൊരു പുതിയ ടൈപ്പ് പരീക്ഷണമാണല്ലോ. ഞാൻ കേട്ട പേരാണോ? ഒന്നുകൂടെ പറയൂ, എന്താ പറഞ്ഞ? എനിക്ക് ഇഷ്ടമാണെന്ന്. കോമക്കുറിപ്പിനെ ചികിത്സിച്ചു കൊല്ലുന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഡോക്ടറെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. മെഡിക്കൽ സയൻസിന് തെറ്റുപറ്റുക. മണ്ണാൻ കേട്ട അതുമായിട്ട് തനിക്ക് എന്തോന്ന് ബന്ധം? കാറിന്റെ ബ്രേക്ക് കളയുന്ന ഐഡിയ കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ നല്ല നല്ല ഐഡിയകൾ പറയട്ടെ. ഇനി വേറെ ഐഡിയയുടെ ആവശ്യം വരില്ല. കോമക്കുറിപ്പ് ദിവസവും ക്ലബിലേക്ക് സ്വന്തമായിട്ട് കാർ ഓടിച്ചാണല്ലോ പോകാറുള്ളത്. ഇതോടുകൂടി കുറിപ്പിന്റെ കാറ്റ് പോകും. പക്ഷേ വാഗ്ദാനങ്ങൾ മറക്കരുത്. വഞ്ചനയിൽ ചതി കാണിക്കുന്നതിനല്ല ഈ ദാമു. കാറിടിച്ച് കുറുപ്പ് ചത്താൽ പിന്നെ തന്റെ ടൈം. ഏത് കഴുതയ്ക്കും ഒരു ടൈം വരുമെന്നല്ലേ? കാർ ഇടിക്കും, കുറിപ്പ് ചാവും. ഈ കൈ കൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം. ഇനി പിടിച്ചാണില്ല, കളവൻ ചത്തത് തന്നെ. മിസ്റ്റർ ധാമോക്കിൽ കാറിൽ കയറൂ, ക്ലബിൽ പോ. അയ്യോ, ഞാൻ വരുന്നില്ല. അത് പറ്റില്ല. ക്ലബിലെ ഡിന്നറിന് കോമക്കുറിപ്പ് ഒരു സബോർഡിനേറ്റിനെ കുളിച്ചെന്നില്ലേ, അത് നാണക്കട. ഞാൻ പിന്നെ വരാം. ഐ വാസ് വെയിറ്റിംഗ് യു. മിസ്റ്റർ ധാമോക്കിൽ വന്നേ പറ്റൂ. വേണ്ടി വന്നാൽ ആ കള്ള കൃഷ്ണക്കുറിപ്പുമായി 5-6 ലോ പോയിന്റ് സംസാരിക്കണം. പിന്നെ സാർ പോയിക്കോളൂ, ഞാൻ പറയാൻ വന്നോളാം. നോ 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 നോ, നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ. എന്നെയും കൊണ്ടേ പോകുന്ന നിർബന്ധമാണ്. അതെ, അത്രയോ ഉള്ളൂ. അത് ശരി. കൊറേ കാലായി കൊല്ലാൻ കൊണ്ടുപോകുന്നവരില്ലേ, അവന്റെ നിലവിളി അമ്പടാ. ഇറങ്ങിപ്പോയ കൊന്നത് ഞാൻ. പിന്നെ അവന് എന്നെ അമ്പടാ. അയ്യോ, ചാവും ഇപ്പൊ. അയ്യോ അയ്യോ അയ്യോ, ആൾ മാറണേ. ബ്രേക്കില്ല സാർ, ബ്രേക്ക് വിട്ടണം സാർ, ബ്രേക്ക് വിട്ടണം സാർ. അയ്യോ സാർ, ബ്രേക്ക് പോയോ? അയ്യോ വണ്ടി വണ്ടി ബ്രേക്ക് പോയോ? ഞാനെന്ത് മാറിക്കോ. ദാമോക്കിനെ അവിടെ.